എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു സൂത്രമായിട്ടാണ്. നമ്മൾ സാധാരണ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ആ ഒരു കണ്ടെയ്നറില്ലേ, ആ ഒരു ബോക്സിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് കിട്ടുന്ന ഈ ഒരു ബോക്സ് നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഇത് ഉപയോഗിക്കുന്നത്. ആ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിന്ന് ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നറുകളിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് നടുവിലൊന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് പീസിൻ്റെയും ബാക്കിൽ നമുക്ക് ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ പീസൊന്ന് ഒട്ടിച്ച് വെക്കണം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് ഡബിൾ സൈഡുള്ള ടേപ്പാണ്. ഇതിനൊരു 10 രൂപയൊക്കെയാണ് വില. നല്ല ക്വാളിറ്റിക്ക് 10 രൂപ അല്ലെങ്കിൽ 7 രൂപയുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 രൂപയുടെയാണ്. ഇതിൽ നിന്ന് 2 പീസ് എടുത്ത് ഞാനിങ്ങനെ ബാക്കിൽ ഒട്ടിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും പശയുണ്ടാവും. ഒരു സൈഡാണ് ഞാൻ ഇതിനോട് ചേർത്ത് ഒട്ടിച്ചത്, മറ്റേ സൈഡ് നമുക്ക് ഇത് ചുവരിൽ ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ട് വീഴൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോറിൻ്റെ 2 സൈഡിലോ അല്ലെങ്കിൽ കർട്ടൻ്റെ 2 സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിക്കാം. നല്ല രസമുണ്ടാവും കാണാനായിട്ട്. വെയിറ്റ് കുറഞ്ഞ പൂക്കൾ എന്തെങ്കിലും വാങ്ങി വെച്ചാൽ മതി, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ടേപ്പിന് പകരം വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള തുണികളുടെ പീസ് ഏതെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുത്താലും മതി. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അധികം ഡെക്കറേറ്റീവ് പീസസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ കൊച്ചു കൊച്ചു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ അത് എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.